ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങളുമായി CPIM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖ. വിദ്യാർത്ഥികളുടെ വിദേശ ഒഴുക്ക് തടയാൻ സ്വകാര്യ പങ്കാളിത്തത്തോടെ സ്ഥാപനങ്ങൾ തുടങ്ങുമെന്ന് പ്രഖ്യാപനം. പരമ്പരാഗത വ്യവസായങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കോൺക്ലേവ് സംഘടിപ്പിക്കും. മൾട്ടി മോഡൽ പൊതുഗതാഗത സംവിധാനം നടപ്പാക്കുമെന്നും നയരേഖയിൽ പറയുന്നു. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, ഈ ഒരു സ്വകാര്യ നിക്ഷേപത്തിൽ കേരളത്തിൽ വലിയൊരു സാധ്യത തന്നെ ഈ പാർട്ടി ഇപ്പോൾ നോക്കി കാണുന്നുണ്ടല്ലേ? മേൽപ്പറഞ്ഞ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അതാണ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം മേഖലയിലും വ്യവസായ മേഖലയിലും സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം നടത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് നവകേരള വികസന രേഖ കൊണ്ട് മുഖ്യമന്ത്രിയും CPM-ഉം നിർദ്ദേശിക്കുന്ന നയം എന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഏകദേശം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു 15,000-ഓളം പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനും 1,00,000-ലധികം പേർക്ക് തൊഴിൽ നൽകാനുമുള്ള ഒരു സാധ്യത. അതായത് കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക, യുവാക്കളെ പാർട്ടിയിലെത്തിക്കുക, അതുവഴി വോട്ട് സമാഹരിക്കുക, ഭരണം ഉറപ്പിക്കുക, അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഒപ്പം ഈ പരമ്പരാഗത വ്യവസായങ്ങൾ ചിന്തിച്ചതിൽ കിടക്കുകയാണ്. പല മേഖലകളായി കിടക്കുന്നു. പല വ്യവസായങ്ങളും തകർച്ചയുടെ വക്കിലാണ്. അത്തരത്തിൽ തകർന്നു കിടക്കുന്ന പരമ്പരാഗത വ്യവസായ മേഖലയെ ഒരുമിച്ച് ഒരു കുടക്കയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് ഉന്നമനത്തിന് സ്ഥായിയായ ഒരു രീതി, അതാണ് ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുവാനൊരു നീക്കം ആരംഭിക്കുന്നതിന് പറയാൻ കഴിയും. പ്രത്യേകിച്ചും ടയർ, കശുവണ്ടി ഉൾപ്പെടെയുള്ള പരമ്പരാഗത മേഖലകളിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളികളുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട സംരംഭകരുണ്ട്. ഇവരെ ഒരുമിച്ച് നിർത്തിയാൽ ഒരു പക്ഷേ അത് വലിയ തരത്തിലുള്ള വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ CPIM-നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരമ്പരാഗത വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ഒരു കുടക്കയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നീക്കം പാർട്ടി നടത്തുന്നത്. അടുത്ത ഒരു പ്രധാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് വിദ്യാഭ്യാസ മേഖലയാണ്. ഏറ്റവും കൂടുതൽ സ്വകാര്യ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്നതും സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയാണ്. കാരണം സ്വകാര്യ സർവകലാശാലകൾക്ക് വാതിൽ തുറക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന സർക്കാരാകട്ടെ ഗവേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിക്കഴിഞ്ഞാൽ അതുവഴി പഠനം തേടി മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ ഒഴുക്ക് തടയാൻ കഴിയും. അവരുടെ നിക്ഷേപങ്ങൾ അവരുടെ ചിലവുകളെല്ലാം തന്നെ കേരളത്തിലാകും. അങ്ങനെ അതുവഴി സംസ്ഥാന സർക്കാരിന് ഒരു വരുമാന വർധന അതുകൂടി ലക്ഷ്യമിടുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ടൂറിസം മേഖലയിലെ വൻ നിക്ഷേപങ്ങളാണ്. അതായത് നേരത്തെ തന്നെ ബഡ്ജറ്റിൽ സൂചിപ്പിച്ചിരുന്നതാണ് കെ ഹൗസ് പോലുള്ള സംവിധാനങ്ങൾ. അതായത് ഒഴിഞ്ഞു കിടക്കുന്ന തീരദേശ മേഖലയിലെ വീടുകളെല്ലാം തന്നെ വൃത്തിയാക്കി ടൂറിസം മേഖലയുടെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അത് വാടകയ്ക്ക് കൊടുക്കുന്ന കെ ഹൗസ് പദ്ധതി. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ പദ്ധതികൾ ടൂറിസം മേഖലയിലേക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കുക വഴി ടൂറിസം മേഖലയും വലിയ തരത്തിൽ വിപുലപ്പെടുത്താൻ കഴിയും. അവിടെയും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയും. അങ്ങനെ പീഡിത വ്യവസായങ്ങളിൽ ഉൾപ്പെടെ തന്നെ വലിയ തരത്തിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും അവരുടെ വ്യവസായ മുരടിപ്പ് ഇല്ലാതാക്കിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു നവകേരള വികസന രേഖയാണ് അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. ഇതിന്മേലുള്ള ചർച്ച വരും ദിവസങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്തായാലും വിദ്യാഭ്യാസ മേഖലയിലും ടൂറിസം മേഖലയിലും ഒക്കെ തന്നെ വലിയ വികസനം പ്രതീക്ഷിക്കുന്ന സർക്കാർ സിൽവർ ലൈനും മുന്നോട്ട് പോകും എന്നുള്ള സൂചനകളും നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിലൊക്കെ അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടിയാൽ ഇത് സംബന്ധിച്ച് ധനസമാഹരണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അത്തരം ധനസമാഹരണത്തിനുള്ള മാർഗങ്ങൾ പാർട്ടിയുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിൽവർ ലൈനും പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു ദിശാബോധം കൂടി പാർട്ടി പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് പുതിയൊരു ഒരു വ്യവസായ നയം സംസ്ഥാനം നടപ്പിലാക്കുക, തുടർ ഭരണം ഉറപ്പിക്കുക, ഇത് തന്നെയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. കാളിദാസ്. ശരി ബിനോയ്, കേരളത്തിൽ സ്വകാര്യ നിക്ഷേപം ലക്ഷ്യമിട്ടുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് നവകേരള നയരേഖയിൽ പറഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ വിദേശ ഒഴുക്ക് തടയുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി തന്നെ നിരവധി സ്ഥാപനങ്ങൾ തുടങ്ങുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ അടക്കം നയരേഖയിൽ സൂചിപ്പിക്കുന്നു. വിവരങ്ങൾ ബിനോയ് ആണ് നൽകിയത്.